പിന്നെ 2014 ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോൾ 3 ഇസ്രായേലി ചെറുപ്പക്കാരെ കയറി ചെന്നിട്ട് അവരെ തട്ടിക്കൊണ്ടുവന്ന് കൊന്നുകളയുന്നു. ഇസ്രായേൽ ശക്തമായിട്ട് തന്നെ തിരിച്ചടിച്ചു. അതിൽ ഇവർക്ക് ഒരുപാട് നഷ്ടമൊക്കെ ഉണ്ടായി, ശരിയാണ്. പക്ഷെ ഹമാസിനെ സംബന്ധിച്ച് വലിയ ലാഭമുണ്ടാക്കിയ ഒരു കച്ചവടമായിരുന്നു അത്. എനിക്ക് തോന്നി അവർ ആ യുദ്ധത്തിലാണ് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് വലിയ തോതിൽ പണമുണ്ടാക്കാം എന്ന് കണ്ടെത്തിയത്. അവർ ചെയ്തെന്താന്ന് അറിയാമോ? സ്കൂളിന്റെയും ആശുപത്രിയുടെയും ഒക്കെ മറവിൽ കൊണ്ട് മിസൈൽ ലോഞ്ചറുകൾ കൊണ്ടുവെക്കും. എന്നിട്ട് കുട്ടികളെ കൈയും കാലും കെട്ടി പിടിച്ചു കെട്ടി അവിടെ കൊണ്ടിട്ടിട്ട് മിസൈൽ കത്തിച്ച് അങ്ങോട്ട് വിടും. ഇസ്രായേൽ തിരിച്ച് ഈ മിസൈൽ വന്ന സ്ഥലം നോക്കി തിരിച്ച് ഇങ്ങോട്ട് മിസൈൽ അയക്കുമ്പോൾ അയ്യോ സ്കൂള് നശിപ്പിച്ച് ആശുപത്രി ബോംബിട്ട് കുട്ടികൾ മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ മൃതദേഹവും വെച്ചുകൊണ്ട് വലിയ വിലാപയാത്രകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെ നടത്തും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവനൊക്കെ എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു? ഞാൻ വേണേൽ തെളിവ് തരാം. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ വഴി കുട്ടികളെ ബലമായി പിടിച്ചുകൊണ്ടിരുന്നതിന്റെ ചിത്രങ്ങളുണ്ട്. മാധ്യമ പ്രവർത്തകർ സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി ചെയ്തിരിക്കുന്ന വീഡിയോകളുണ്ട്. ഇനി ഇതൊന്നും പോരെങ്കിൽ UN-ന്റെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. തൂക്കി അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. UN-ന്റെ സ്കൂളിൽ കുട്ടികളെ ഇങ്ങനെ ഹ്യൂമൻ ഷീൽഡായിട്ട് ബോംബ് ചെയ്തിട്ടുണ്ട്. തൂക്കിയല്ലോ നാദാ. ഇതൊന്നും ഞങ്ങൾ എടുക്കില്ല എന്നാണെങ്കിൽ ഹമാസിന്റെ തന്നെ റിപ്പോർട്ട് തരാം. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ.